നമസ്കാരം. എല്ലാവരെയും പ്രണാമപൂർവ്വം സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ പ്രസാദം. ത്യാഗത്തെക്കുറിച്ച് പറഞ്ഞ് പലപ്പോഴും നമ്മൾ ഊറ്റം കൊള്ളാറുണ്ട്. ഇത്ര പണം ദാനമായി കൊടുത്തു, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തു, എൻ്റെ വസ്ത്രഭ്രമം കുറച്ചു എന്നെല്ലാം പറയും. ഇതൊക്കെ പുണ്യം തന്നെ, പക്ഷെ ത്യാഗമല്ല. നമ്മുടെ ത്യാഗം പൂച്ചയെ ഉപേക്ഷിക്കും പോലെയാണ്. പൂച്ചയെ എത്ര അകലെ ഉപേക്ഷിച്ചാലും അല്പം കഴിയുമ്പോൾ അത് നമ്മുടെ അരികിലെത്തും. ഒരാൾ പണ്ട് കാശിയിൽ തീർത്ഥാടനത്തിന് പോയി. അവിടെ ശ്രാദ്ധം ചെയ്തപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു ഭക്ഷണ വസ്തു നിങ്ങൾ ഉപേക്ഷിക്കണം. ഇന്നു മുതൽ ഇനി അത് കഴിക്കാൻ പാടില്ല. തീർത്ഥാടകൻ സമ്മതിച്ചു. ത്യാഗം ചെയ്യുന്ന മനസ്സോടെ അയാൾ വെണ്ടയ്ക്ക ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. തീർത്ഥാടകൻ വീട്ടിലെത്തി. ഭാര്യ ഭക്ഷണം തയ്യാറാക്കാൻ ഒരുങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, വെണ്ടയ്ക്ക ചേർത്ത കറിയൊന്നും വേണ്ട കേട്ടോ, ഞാനത് ഉപേക്ഷിച്ചു. അയാളുടെ ചിന്ത വെണ്ടയ്ക്കയെക്കുറിച്ചായിരുന്നു. ഭാര്യ കറിയിലെങ്ങാനും വെണ്ടയ്ക്ക ചേർക്കുമോ? ആഹാരത്തിന് മുന്നിലിരിക്കുമ്പോഴും അയാൾ കറികൾ പരിശോധിച്ചു, വെണ്ടയ്ക്ക കറികളിലുണ്ടോ എന്ന്. ഒരിക്കൽ അയാൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. കൂട്ടുകാരൻ അയാളെ ആഹാരം കഴിക്കാൻ വിളിച്ചു. ആ സമയം മുതൽ അയാൾ താൻ ഉപേക്ഷിച്ച വെണ്ടയ്ക്കയെ സംശയിച്ചു കൊണ്ടേയിരുന്നു. അയാൾക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോലും ആകാതെയായി. താൻ ഉപേക്ഷിച്ച വെണ്ടയ്ക്ക ഏതെങ്കിലും കറിയിലുണ്ടോ എന്നായിരുന്നു ചിന്ത. ചുരുക്കത്തിൽ അയാൾ ചിന്തിച്ചതെന്തും അയാൾ ഉപേക്ഷിച്ച വെണ്ടയ്ക്ക കറികളിലുണ്ടോ എന്നാലോചിച്ചായിരുന്നു. ആ ചിന്ത അയാളെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ത്യാഗം എന്നാൽ ഉപേക്ഷിക്കലല്ല, അപ്രസക്തമാക്കുന്നതാണ്, അല്ലെങ്കിൽ അതിജീവനമാണ്. ആത്മസത്യം അറിയാൻ എന്താണോ തടസ്സമാകുന്നത് അതിനെല്ലാം അപ്രസക്തമാക്കുന്നതാണ് ത്യാഗം. ഇനി കാവാല ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം നമുക്ക് കേൾക്കാം. താവകം പുത്രിയമിപ്പായസം കൈക്കൊള്ളുക നീ, ദേവനിർമ്മിതം എന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു. താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും, ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം. ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ. ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൻ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും, മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. എഴുത്തച്ഛൻ കൈകേയിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും അനിഷ്ടം പ്രകടിപ്പിച്ചിരുന്നതായി കാണാം. അത്തരം ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോവുകയാണ് സ്വാമി ചിദാനന്ദപുരി രാമായണ ദർശനത്തിൽ. കേൾക്കാം സ്വാമിജിയുടെ വാക്കുകൾ. വസിഷ്ഠ നിയോഗത്താൽ പുത്രകാമേഷ്ടി യാഗം ഋഷ്യശൃംഗൻ്റെ പൗരോഹിത്വത്തിൽ നിർവഹിച്ചു ദശരഥൻ. യാഗ സന്തുഷ്ടനായി അഗ്നിദേവൻ പുത്രീയമായ പായസം നൽകി. അത് കൗസല്യയ്ക്കും കൈകേയിക്കും പകർന്നു നൽകി.
അവർ തങ്ങൾക്ക് ലഭിച്ചതിൻ്റെ പാതി പാതി സുമിത്രയ്ക്ക് നൽകി. സന്ദർഭവശാൽ യജ്ഞഭൂമിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത എന്തോ അവസ്ഥാവിശേഷമായിരിക്കാം സുമിത്രയ്ക്ക് എന്ന് ഊഹിക്കുകയാണ്. അത് വാൽമീകി രാമായണത്തിലോ അധ്യാത്മരാമായണ മൂലത്തിലോ കിളിപ്പാട്ടിലോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കൗസല്യയും കൈകേയിയുമാണ് സുമിത്രയ്ക്ക് നൽകുന്നത്. അവർക്ക് നൽകിയതാവട്ടെ ദശരഥനാണ്. അപ്പോൾ ആ ഒരു വർണ്ണന കൊണ്ട് നമുക്ക് തോന്നുകയാണ് സുമിത്ര യജ്ഞഭൂമിയിൽ പങ്കുചേരാൻ വയ്യാത്തൊരു ദിവസമായിരിക്കണമെന്ന്. ഊഹം മാത്രമാണ്, ശരിയാവാം തെറ്റാവാം. കൗസല്യാദേവിക്കർദ്ധം കൊടുത്തു നൃപവരൻ, ശൈഥില്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും, മന്നവൻ അതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. ഇവിടെ എഴുത്തച്ഛൻ്റെ വർണ്ണനയിൽ രണ്ട് സന്ദർഭങ്ങൾ പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ തോന്നുകയാണ്. ഒന്ന്, ദശരഥൻ കൈകേയിക്ക് പുത്രീയമായ പായസം കൊടുത്തത് പറയുമ്പോൾ ശൈഥില്യാത്മന എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മൂലത്തിലില്ല. മാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ട പത്നിക്ക് കൈകേയിക്ക് കൊടുക്കുമ്പോൾ ശൈഥില്യാത്മന എന്ന് ഒരു ഭാവം ദശരഥന് ദുഃഖത്തോടുകൂടി ക്ലേശത്തോടുകൂടി ശിഥിലമായ ഭാവത്തോടുകൂടി കൊടുക്കുക എന്നൊരു സ്ഥിതി ദശരഥനുണ്ടാവുമോ എന്നൊരു ചോദ്യം വരികയാണ്. വാൽമീകിയത്തിലും അങ്ങനെയില്ല, അധ്യാത്മരാമായണ മൂലത്തിലും ഇല്ല. എന്ന് മാത്രമല്ല, അധ്യാത്മരാമായണ മൂലത്തിൽ കൗസല്യയും കൈകേയിയും രണ്ടുപേരും പാതി പാതി സുമിത്രയ്ക്ക് കൊടുത്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. പ്രത്യേകിച്ച് അവിടെ ഒരു ന്യൂനാധിക ഭാവവും വർണ്ണിച്ചിട്ടില്ല. എന്നാൽ എഴുത്തച്ഛൻ പറയുമ്പോൾ കൗസല്യ സുമിത്രയ്ക്ക് കൊടുത്തു, അത് കണ്ടതുകൊണ്ട് കൈകേയിയും കൊടുത്തു എന്നാണ് എഴുതുന്നത്. അപ്പോൾ കൈകേയിക്കൊരു ദോഷം, കൈകേയിയെ സംബന്ധിച്ചൊരു ഒരു ഒരു ലാഘവം അല്ലെങ്കിൽ ഒരു ദോഷം എഴുത്തച്ഛൻ്റെ വർണ്ണനയിൽ കടന്നുകൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് സൂചിപ്പിക്കാതെ വയ്യ. കാരണം കൗസല്യ കൊടുത്തത് കൊണ്ടാണ് കൈകേയിയും കൊടുത്തതെന്നൊരു ധ്വനി കിളിപ്പാട്ടിലുണ്ട്. അതാണല്ലോ എന്നത് കണ്ട് പാതി കൊടുത്തു കൈകേയിയും എന്ന വർണ്ണന. അത് മൂലാനുസാരിയല്ല. മൂലത്തിൽ രണ്ടുപേരും പാതി പാതി കൊടുത്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. മന്നവൻ അതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തത്പ്രജകൾക്കു പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചിതു മൂവരും അതുകാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉത്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലെ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. അങ്ങനെ 3 പത്നിമാരും ഗർഭിണികളായി. അവർ ഗർഭിണികളായെന്ന വിവരം അറിഞ്ഞത് മുതൽ തന്നെ ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന കർമ്മങ്ങളെ, ജപഹോമാദി കർമ്മങ്ങളെ വിദ്വാൻമാരെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ നിരതനായി തീർന്നു ദശരഥൻ. ഗർഭരക്ഷയ്ക്കായിക്കൊണ്ട്, സന്താനവൃദ്ധിക്കായിക്കൊണ്ട്, സന്താനങ്ങളുടെ എല്ലാ പ്രകാരത്തിലുമുള്ള ബൗദ്ധിക വികാസത്തിനായിക്കൊണ്ടൊക്കെ വൈദികമായി വിഹിതങ്ങളായ കർമ്മങ്ങൾ, സംസ്കാരക്രിയകളും മറ്റ് ജപഹോമാദികളും നിരന്തരമായിട്ട് ചെയ്യിക്കുകയാണ് ദശരഥൻ. അങ്ങനെ വളരെ സന്തുഷ്ടനായി കഴിഞ്ഞു. ഈ ഭാഗത്ത് വാൽമീകീയത്തിൽ വസിഷ്ഠ മഹർഷിയോട് ദശരഥൻ പറയുന്ന ഭാഗത്ത് തനിക്ക് 60,000 വയസ്സായി മക്കളില്ലാത്തതിൻ്റെ ദുഃഖം വല്ലാതെ അലട്ടുന്നു എന്നും മറ്റും പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ അവിടെ 60,000 വയസ്സെന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു മനുഷ്യൻ ജീവിക്കുന്ന കാലമല്ല. അതുകൊണ്ട് തന്നെ അനപത്യ ദുഃഖം കൊണ്ട് ഓരോ വർഷവും 1000 വർഷത്തിന് സമാനമായി തോന്നി ദശരഥന് എന്നെടുത്താൽ ആ കാലഘട്ടത്തിൽ 60 വയസ്സായിരുന്നു ദശരഥനെന്ന് ഊഹിക്കാം. 60 വയസ്സാണെന്ന് പറഞ്ഞിട്ടില്ല, 60,000 വയസ്സെന്നാണ് പറഞ്ഞത്. നമുക്ക് 60 വയസ്സാണെന്ന് ഊഹിക്കാം. 60 വയസ്സെന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ അർദ്ധപ്രായം കഴിഞ്ഞു. എന്നിട്ടും മക്കളില്ലാതെ ഗർഭിണികളായ സമയത്ത്
ഗർഭച്യുതി വരരുതല്ലോ എന്നുള്ള വലിയ പ്രാർത്ഥനാഭാവം ദശരഥൻ്റെ ഉള്ളിലുണ്ടാവും. അത് സഹജമാണ്, സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാധിക്യത്തോടുകൂടി ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും മറ്റും എല്ലാം നിരന്തരമായി ശ്രദ്ധയോടുകൂടി രാജാവ് ചെയ്യിച്ചു. തത് പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും അല്പഭാഷിണിമാർക്കു വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്ത പുംസവനാദിക്രിയകളും ചെയ്തു കാമന്തദാനങ്ങളും ചെയ്തിതു നരവരൻ. അങ്ങനെ ആ പ്രണയിനിമാർക്ക് 3 പേർക്കും പലവിധ ആഭരണങ്ങൾ വാങ്ങിക്കൊടുത്തു. എന്നാൽ എത്ര ആഭരണങ്ങൾ തൻ്റെ പത്നിമാർക്ക് വാങ്ങിക്കൊടുത്തു അതുപോലെ പൊതുവെ സമൂഹത്തിൽ എല്ലാ പ്രജകൾക്കും പ്രത്യേകിച്ച് വിദ്വാൻമാർക്കും ദേവാലയങ്ങൾക്കും ഒക്കെ സമർപ്പണങ്ങൾ ചെയ്തു ദശരഥൻ. അങ്ങനെ ഭൂമി മുഴുവൻ സന്തോഷഭാവത്തെ പ്രാപിച്ചു. അല്പഭാഷിണിമാരായ ആ സ്ത്രീകൾക്ക്, ആ പത്നിമാർക്ക്, അല്പഭാഷിണി എന്നൊക്കെ ഉള്ളത് തീർത്തും എഴുത്തച്ഛൻ്റെ വർണ്ണനയാണ്. അങ്ങനെയുള്ള പത്നിമാർക്ക് തേജസ് ഏറ്റവും വർദ്ധിച്ചു. ഇവിടെ അല്പഭാഷിണി എന്നുള്ള പ്രയോഗം എത്ര യുക്തമാണെന്നുള്ളത് മൂലരാമായണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ശങ്കയുണ്ട്. കാരണം കൈകേയിയെ സംബന്ധിച്ച് കൗസല്യ പിന്നീട് പറയുന്ന പല വാക്കുകളിൽ നിന്നും, മാത്രമല്ല കൈകേയിയുടെ സ്വഭാവത്തിൽ നിന്നുമൊക്കെ അല്പഭാഷിണിയാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ മൂലത്തിൽ വാൽമീകീയത്തിലായാലും അധ്യാത്മത്തിലായാലും അല്പഭാഷിണി പ്രയോഗം ഇല്ല. ഇവിടെ എഴുത്തച്ഛൻ്റെ പ്രയോഗമാണ് അല്പഭാഷിണിമാർ. അവർക്കെല്ലാം തേജസ് വർദ്ധിച്ചു എന്നല്ല, വൈദികമായ സീമന്തോന്നയനം, അതുപോലെ പുംസവനം തുടങ്ങിയ സംസ്കാരങ്ങൾ സത്പ്രജയുടെ തേജസ്സും ഓജസ്സും ധിഷണാവൈഭവവും എല്ലാമുള്ള സന്താനത്തിൻ്റെ വൃദ്ധിക്കായിക്കൊണ്ട് വേദവിഹിതങ്ങളായ വൈദികശാസ്ത്ര പ്രതിപാദിതങ്ങളായ കൽപ്പശാസ്ത്ര പ്രതിപാദിതമായ ഒന്നുകൂടി വ്യക്തമായി പറയാം, അങ്ങനെയുള്ള സംസ്കാരക്രിയകളെ യഥാവിധി ചെയ്യിച്ചു. എന്ന് മാത്രമല്ല കാമാന്തദാനങ്ങളും ചെയ്തു നരവരൻ. കാമാന്തദാനം സാധാരണഗതിയിൽ ദാനം ലഭിക്കുമ്പോൾ ലഭിച്ചതിനെ കൊണ്ട് സംതൃപ്തിയാവുക എന്നുള്ളതാണ്. അല്ലാതെ എത്ര കിട്ടിയാലും മനുഷ്യ മനസ്സിന് മതി വരില്ല. 10 കിട്ടുമ്പോൾ 100 വേണമെന്ന് ആഗ്രഹിക്കും, 100 കിട്ടുമ്പോൾ 1000-ഉം, 1000-ന് 10,000-ഉം. അങ്ങനെയാണ് മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവം. എന്നാൽ കാമാന്തദാനം ചെയ്തു, ആഗ്രഹിക്കുന്ന അത്രയും ഓരോ വ്യക്തിയും എന്താഗ്രഹിക്കുന്നു അത് മുഴുവൻ ദാനം ചെയ്ത് എല്ലാവരെയും സംതൃപ്തരായി പറഞ്ഞയച്ചു ദശരഥൻ. ഇങ്ങനെ ഗർഭരക്ഷ വർണ്ണിക്കപ്പെട്ടിരിക്കുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഗർഭിണിക്കും ഗർഭസ്ഥ ശിശുവിനും എത്രയേറെ ശ്രദ്ധയും കരുതലും വേണമെന്ന് വിവരിക്കുകയായിരുന്നു ഈ ശ്ലോകത്തിൽ. ശിശുവിൻ്റെ മാനസികവും ധൈഷ്ണികവുമായ വികാസത്തിന് അമ്മയുടെ സന്തോഷവും ആരോഗ്യവും പരമപ്രധാനമാണ്. ഭാര്യമാർക്ക് മാത്രമല്ല ദശരഥൻ സമ്മാനങ്ങൾ കൊടുത്തത്, പ്രജകൾക്കും ആരാധനാലയങ്ങൾക്കും ഗുരുക്കന്മാർക്കുമെല്ലാം ദക്ഷിണ നൽകി ദശരഥൻ പ്രസാദിപ്പിച്ചിരുന്നു. ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ആരിൽ നിന്നും, എന്തിന് പ്രകൃതിയിൽ നിന്ന് പോലും ശാപങ്ങൾ ഏൽക്കാതെ ഭർത്താവ് ജീവിക്കണം എന്ന പാഠം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വ്യാഖ്യാനത്തിലൂടെ സ്വാമിജി. മനസ്സിനെ ത്രാണനം ചെയ്യുന്നതാണ് മന്ത്രം. ഋഷിമാരാണ് മന്ത്രദ്രഷ്ടാക്കൾ. ജ്ഞാനദൃഷ്ടിയിലൂടെ അവർ അനുഭവിച്ചറിഞ്ഞതാണ് മന്ത്രരഹസ്യങ്ങൾ. ഓരോ മന്ത്രത്തിനും ഫലസിദ്ധിയുണ്ട്. ഫലസിദ്ധിക്ക് നിരന്തര ജപം വേണം. ജപം എങ്ങനെയാണ് വേണ്ടത്? സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ജപസിദ്ധിയെക്കുറിച്ച് സനാതനധർമ്മത്തിൽ പറയുന്നത് നമുക്ക് ശ്രവിക്കാം. ഓം അമൃതേശ്വരിയെ നമഃ. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്, പരിപൂർണതയിലേക്കുള്ള യാത്ര. ഈ യാത്ര സഫലമാകാൻ മനുഷ്യപ്രയത്നം മാത്രം മതിയാവില്ല. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും അനുഗ്രഹം വേണം. അതാണ് ഋഷി പ്രാർത്ഥിച്ചത്. ഓം ഭൂർഭുവസ്വഃ
തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഗായത്രി മന്ത്രം സൂര്യദേവനെ കണ്ട ഋഷിയുടെ മനസ്സിൽ നിന്നും അറിയാതെ ഉയർന്നു വന്ന പ്രാർത്ഥനയാണ്. ജ്ഞാനോദയത്തിനു വേണ്ടിയുള്ള യാചന. ഋഷി ഉദയസൂര്യനെ കണ്ട് അറിയാതെ പ്രാർത്ഥിച്ചു. പ്രപഞ്ചത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന സൂര്യഭഗവാനെ, സകല ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്ന സൂര്യഭഗവാനെ, അവിടുന്ന് ആരാധനയ്ക്ക് അർഹനാണ്. ഞാൻ അവിടുത്തെ ആശ്രയിക്കുന്നു, ധ്യാനിക്കുന്നു. അവിടുന്ന് എൻ്റെ ബുദ്ധിയെ കൂടി പ്രകാശിപ്പിച്ചാലും പ്രചോദിതമാക്കിയാലും ഈ ലോകത്തിലും മറ്റു ലോകങ്ങളിലും ഉള്ള സകല സൂര്യന്മാരെയും പ്രകാശിപ്പിക്കുന്ന സൂര്യൻ, ആകാശത്തെ കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങളൊക്കെയും സൂര്യന്മാരാണ്. നാം അറിയാത്ത ലോകത്തിലെ സൂര്യന്മാരെയും പ്രകാശിപ്പിക്കുന്ന ആത്മസൂര്യനോടുള്ള യാചനയായിരുന്നു ആ പ്രാർത്ഥന. ഉള്ളിലെ ജ്ഞാനോദയത്തിൻ്റെ ഉണർവിനു വേണ്ടിയുള്ള പ്രാർത്ഥന. ഞാൻ അവിടുത്തെ ആശ്രയിക്കുന്നു. അവിടുന്ന് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചാലും എൻ്റെ ബുദ്ധിയെ നയിച്ചാലും. ഇവിടെ ഋഷി വിശ്വാമിത്ര മഹർഷിയാണ്. ഋഷിമാരെ മന്ത്രദ്രഷ്ടാക്കൾ എന്നാണ് വിളിക്കുക. അതാണ് മന്ത്രത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അവർക്ക് അറിയാൻ സാധിക്കുന്നത്. ആരെങ്കിലും പറഞ്ഞു കേട്ട അറിവല്ല, പ്രത്യക്ഷ അനുഭവം നേടിയവർ. ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന അനന്തശക്തിയെ ഞാൻ അനുഭവിച്ചിരിക്കുന്നു എന്നാണ് ഋഷി പ്രഖ്യാപിച്ചത്. ഞാൻ നേരിട്ടറിഞ്ഞ സത്യത്തെ ലോകനന്മയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്നു. മന്ത്രങ്ങളുടെ രഹസ്യം അറിഞ്ഞവരാണ് മന്ത്രദ്രഷ്ടാക്കൾ. അവർ മന്ത്രങ്ങൾ രചിച്ചതല്ല, ദർശിച്ചതാണ്. ദർശനമാണ് മന്ത്രമായി തീർന്നത്. ഓരോ മന്ത്രത്തിനും അധിഷ്ഠാന ദേവതയുണ്ട്. മന്ത്രഫലസിദ്ധിക്ക് നിരന്തര ജപം ആവശ്യമാണ്. വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി ചൂട് വേണം. തിളച്ച ജലം വീണ്ടും ചൂടാക്കിക്കൊണ്ടിരുന്നാൽ നീരാവിയാകും. നീരാവിയുടെ ഊഷ്മാവ് ജലത്തിൻ്റെതിനേക്കാൾ അനേക മടങ്ങാണ്. ജലപ്രവാഹത്തേക്കാൾ വളരെ കൂടുതൽ ശക്തിയുണ്ട് നീരാവിക്ക്. ആവി എഞ്ചിൻ്റെ ശക്തി എത്രയെന്ന് ചൂളം വിളിച്ചു പായുന്ന തീവണ്ടി കണ്ടാൽ ബോധ്യമാകും. ഇതേപോലെ മന്ത്രം ഓരോ തവണ ജപിക്കുമ്പോഴും അതിൻ്റെ ശക്തി കൂടുന്നു. സത്യയുഗത്തിൽ അന്തരീക്ഷം വളരെ പവിത്രമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തെ മന്ത്രയുഗം എന്ന് വിശേഷിപ്പിക്കാം. അമ്മ പറയാറുണ്ട്, പണ്ട് മന്ത്രങ്ങൾ ചെയ്തിരുന്നതൊക്കെ ഇന്ന് യന്ത്രങ്ങളാണ് ചെയ്യുന്നത്. ഇനിയും കുറച്ച് കഴിയുമ്പോൾ യന്ത്രങ്ങളും മതിയാവാതെ വരും. ഭാവിയിൽ വരാൻ പോകുന്നത് തന്ത്രയുഗമായിരിക്കും. പണ്ടത്തെ യുദ്ധമുറകൾ ഒരാളുടെ കരുത്ത് പ്രകടിപ്പിക്കാനുള്ള വേദിയായിരുന്നു. ഇനിയും അങ്ങനെയല്ല. തന്ത്രങ്ങളിലൂടെ കൗശലം കൊണ്ടായിരിക്കും ജയിക്കാൻ സാധിക്കുക. ഏതു യുഗം വന്നാലും ഈ ദുഃഖങ്ങളൊക്കെ നമ്മെ ബാധിക്കാതിരിക്കണമെങ്കിൽ ഈശ്വരൻ്റെ തടത്തിലേക്ക് ഉയരുകയല്ലാതെ വേറൊരു മാർഗവുമില്ല എന്ന് ഋഷീശ്വരന്മാർ കണ്ടു. അതുകൊണ്ട് കാരുണ്യത്തോടെ അവർ നമുക്ക് ഈ അറിവ് പകർന്നു തന്നതാണ്. മിക്ക മന്ത്രങ്ങളും ആരംഭിക്കുന്നത് ഓംകാരത്തിലാണ്, പ്രണവമന്ത്രത്തിലാണ്. സകല ജീവരാശികളിലൂടെയും പ്രവഹിക്കുന്ന സ്പന്ദനമായതുകൊണ്ടാണ് അതിനെ പ്രണവം എന്ന് പറയുന്നത്. ഗായത്രി മന്ത്രത്തിൽ ഓം ഭുർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഈശ്വരാനുഭൂതിയുടെ ദിവ്യലോകത്തേക്ക് ഉയർന്നവർ എവിടെയും സ്വർഗീയ സൗന്ദര്യം ദർശിക്കുന്നു, എവിടെയും സ്വർഗം സൃഷ്ടിക്കുന്നു. അനുഭൂതിയുടെ ദിവ്യതലത്തിലേക്ക് നമ്മെ ഉയർത്തുന്നതാണ് ഗായത്രി മന്ത്രം. ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി ഋഷി പ്രാർത്ഥിച്ചു. സൂര്യദേവനെ ഒരു അഗ്നിഗോളമായിട്ടല്ല കണ്ടത്,
ഉദയസൂര്യനെ കണ്ടപ്പോൾ പ്രപഞ്ചത്തിന് മുഴുവനും തേജസ്സും ഓജസ്സും ശക്തിയും പകരുന്ന സൂര്യഭഗവാനായി കാണാൻ സാധിച്ചു. സൂര്യൻ ഉദിച്ചിരുന്നില്ലെങ്കിൽ, സൂര്യൻ്റെ കിരണങ്ങളില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്കൊന്നിനും നിലനിൽപ്പില്ല. ഈ പ്രപഞ്ചത്തിന് മുഴുവനും ശക്തിയും തേജസ്സും പകരുന്ന സൂര്യദേവനെ കണ്ടപ്പോൾ ഈശ്വരൻ്റെ പ്രതിരൂപമായി സങ്കല്പിക്കുവാൻ ഋഷിക്ക് പ്രയാസമുണ്ടായില്ല. അതുകൊണ്ടാണ് ഋഷി അങ്ങനെ പ്രാർത്ഥിച്ചത്. ത്രിലോകങ്ങൾക്കും പ്രകാശം പരത്തുന്ന സൂര്യഭഗവാനെ, അവിടുന്ന് ആരാധനയ്ക്ക് അർഹനാണ്. ഗായത്രി മന്ത്രത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഈശ്വരനെ സ്തുതിക്കുന്നു, ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആദ്യം സ്തുതി, രണ്ടാമത്തേത് ധ്യാനമാണ്, മൂന്നാമത്തേത് പ്രാർത്ഥന. ഉദിച്ചുയരുന്ന സൂര്യബിംബം നോക്കി ഋഷി പറഞ്ഞു, ത്രിലോകങ്ങൾക്കും പ്രകാശം പരത്തുന്ന സൂര്യഭഗവാനെ. നമ്മൾ കാണുന്ന സൂര്യനെ അല്ല ഋഷി ഉദ്ദേശിച്ചത്. ത്രിലോകങ്ങൾക്കും പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതാരാണ്? സൂര്യനും ചന്ദ്രനും അഗ്നിക്കുമെല്ലാം പ്രകാശം പകരുന്ന ആത്മസൂര്യനോടാണ് ഋഷി പ്രാർത്ഥിച്ചത്. സൂര്യദേവനിലൂടെ ആത്മസൂര്യനായ ശക്തിവിശേഷം തന്നെയാണ് പ്രതിഫലിക്കുന്നത്. പ്രകാശമായി ഈശ്വരശക്തിയാണ് അഗ്നിയിലൂടെ പ്രസരിക്കുന്നത്. ത്രിലോകങ്ങളിലും പ്രകാശം പരത്തുന്ന സൂര്യഭഗവാനെ, അവിടുന്ന് ആരാധനയ്ക്ക് അർഹനാണ്. ആ ദിവ്യപ്രകാശത്തെ ഞാൻ ധ്യാനിക്കുന്നു. അവിടുന്ന് എൻ്റെ ബുദ്ധിയെ ശരിയായ ദിശയിലേക്ക് നയിച്ചാലും അവിടുത്തെ പ്രകാശത്തിൽ എൻ്റെ ബുദ്ധി പ്രചോദിതമാകട്ടെ. സന്ധ്യാദീപം ഇനി ദീപാരാധനയ്ക്കായി ക്ഷേത്രസന്നിധിയിലേക്ക് പോകാം. സന്ധ്യാദീപം തെളിയുമ്പോൾ ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട്. അത് ജപിച്ചിട്ടാകാം ദീപാരാധന കാണുന്നത്. ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ദുഃഖവിനാശായ സന്ധ്യാദീപം നമോ നമോസ്തുതേ. എല്ലാവരെയും പ്രണമിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. നമസ്കാരം. സന്ധ്യാദീപം